ശാക്തീകരണം എന്നത് വെറും ഒരു മുദ്രാവാക്യമോ വാഗ്ദാനമോ അല്ല, ഒരു നയമായി തന്നെ മാറ്റിയ സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് മുതൽ അപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ നയത്തിലെല്ലാം പ്രതിഫലിക്കുന്നതും. എസ് ശാലിനി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കുന്നത്, പ്രധാന വാർത്തകളിൽ ഇടം പിടിപ്പിക്കുന്നത് ഈ മഹിളാ സമ്മേളനം കൂടിയാണ്. 2 ലക്ഷത്തോളം വനിതകൾ അണിനിരക്കുന്ന ഈ മഹിളാ സമ്മേളനം, നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളുണ്ട്. അരുൺ അനത്തൂർ തന്നെ മിക്ക പ്രധാന പദ്ധതികളെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. ഇനി സമീപകാലത്ത് ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി. കാരണം ഏറ്റവും അവസാന ഉപയോക്താവിൻ്റെ വീട്ടിൽ അദ്ദേഹം അയോധ്യയിൽ നേരിട്ട് അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതൊക്കെ വാർത്തകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ അപ്രതീക്ഷിത സന്ദർശനം ഒരുപക്ഷെ ഭാരതത്തിനാകെ ഞെട്ടലും സന്തോഷവും ഉളവാക്കിയതും നമുക്കറിയാം. ഇനി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക എന്നതുകൂടിയാണ്. ഇനി എസ് ശാലിനിയിലേക്കാണ് പോകുന്നത്. ശാലിനി, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കാഴ്ചകളും വിശേഷങ്ങളും? അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അയോധ്യയിൽ ഉണ്ടായതിന് സമാനമായ സസ്പെൻസുകൾ ഒരുപക്ഷെ തൃശ്ശൂരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കാൻ, വനിതാ സംഗമത്തിൽ പങ്കെടുക്കാൻ അവരുടെ നാരീശക്തി വിളിച്ചോതുന്ന തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ ശക്തന്റെ മണ്ണിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വോളണ്ടിയർമാരാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവരൊക്കെ തന്നെ പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? എത്രത്തോളം ആവേശത്തിലാണ് ഈ ഒരു? ഞങ്ങളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. എൻ്റെ സ്ഥലം അയ്യന്തോള്. ഞാൻ ഇവിടെ കുറേ കാലമായിട്ട് BJPയിൽ വർക്കുള്ള ചെയ്യുന്ന ആളാണ്. ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ മോദിജിയെ വരവേൽക്കാൻ വളണ്ടിയറിൻ്റെ പോസ്റ്ററായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ വിതരണത്തിലാണ് ഞങ്ങളുടെ ഇത്. ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. പൂരം പോലെയുള്ള പൂരം ഒരു ആവേശമാണ് ഞങ്ങൾക്ക്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതിലും വലിയ ആവേശത്തിലാണ് ഞങ്ങളിപ്പോൾ. മിനി പൂരം, സ്ത്രീകളുടെ പൂരം അല്ലേ? മിനിയല്ല, അതിലും വലിയ പൂരം സ്ത്രീകളുടെ. പ്രതീക്ഷ, കാരണം ഇത്രയധികം 2 ലക്ഷം അതിലും കൂടുതൽ ആൾക്കാർ വരുന്നതാണ് പ്രതീക്ഷ. ഇപ്പോഴും എന്നോട് എൻ്റെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ എങ്ങടാ വരണ്ടേ, എന്താ വേണ്ടേ, എവിടെന്നാ ഞങ്ങൾക്ക് പാസ് അങ്ങനെ ആർക്കും അലോ ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം. അപ്പോൾ എല്ലാവരോടും ഇവിടെ തന്നെ ഗേറ്റുകളിൽ വന്ന് അവരോട് കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെതായ ഒരു ഇതിലിങ്ങനെ ത്രില്ലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണോ ഞങ്ങൾ. ചേച്ചി വോളണ്ടിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവ്? പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർക്കുള്ള വരവ് തൃശ്ശൂർക്കാരെ എല്ലാവരും വളരെ ആവേശഭരിതമായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം പോലും ഇല്ല. കാരണം പല കോൺഗ്രസ്സുകാരും CPM-കാരും വരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച കുറേ മറ്റു രാഷ്ട്രീയ പ്രവർത്തകർ, സ്ത്രീകളാണ് കേട്ടോ, ആണുങ്ങളുടെ കാര്യമില്ല, സ്ത്രീകൾ നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു നേതാവ് എന്ന് പറഞ്ഞാൽ അത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. ലോക ആരാധ്യനായ നരേന്ദ്രമോദിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ കേരളത്തിൽ തൃശ്ശൂര് ഭയങ്കര ആവേശമാണ്. അടുത്ത ഇലക്ഷൻ വരാൻ കാത്തിരിക്കണം അവര്. ഒരു മാറ്റം ഇവിടെ വന്നേ പറ്റൂ എന്നുള്ളത് ഒരു മാറ്റം. അതിനുവേണ്ടി അവർ പരിശ്രമിക്കേണ്ട. ഇലക്ഷന്റെ ഡേറ്റ് കാത്തിരിക്കുകയാണ്. അവർ മറച്ചു കുത്തിയിരിക്കും. ഇവിടെ സുരേഷ് ഗോപി ജയിച്ചിരിക്കും. എന്തായാലും ചേച്ചി ഒരു സസ്പെൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്കുറി പ്രധാനമന്ത്രിയുടെ വരവ്, ഒപ്പം തന്നെ ലോക നേതാവ് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പൊ എത്രത്തോളം പ്രതീക്ഷയിലാണ് നിങ്ങൾ ഓരോ വനിതാ പ്രവർത്തകരും? നാരീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ആരാധ്യനായ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു, നിങ്ങൾക്കറിയാലോ, ഈ ഇവിടുത്തെ ഇപ്പോഴുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കാണുമ്പോൾ തന്നെ അറിയാലോ. തീർച്ചയായിട്ടും നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് പ്രധാനമന്ത്രിനെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും വേണ്ടി. ഞങ്ങൾ അത്രയധികം ആവേശത്തിലാണ്. പ്രവർത്തകരും അതിനോടൊപ്പം തന്നെ മോർ ദാൻ 2 lakhs ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ത്രീ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ഭയം. അത്രയും അധികം ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാം നമ്മൾ കണ്ടിട്ടില്ല. രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും സംഘാടകർ മുതൽ എല്ലാ മേഖലയിലും സ്ത്രീകൾ, അനൗൺസ്മെന്റ് ആയിക്കോട്ടെ, എല്ലാം, ഇപ്പോൾ ഇവിടെ വോളണ്ടിയർമാരായിക്കോട്ടെ, അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതീക്ഷ, ഒരു പുതിയ ഇന്ത്യ, പുതിയ ഭാരതം, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് നിങ്ങളുടെ ഓരോരുത്തരെയും മുഖത്ത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ ആവേശം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. എല്ലാം സ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള വിമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ടേമിനെ വളരെ കൃത്യമായിട്ട് ചാനലൈസ് ചെയ്യുന്ന ഒരു ഭരണം. അത് തന്നെ നമുക്കൊക്കെ കിട്ടുന്ന പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമല്ലേ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്.
ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെയാണ് ഇവരൊക്കെ വോളണ്ടിയർമാരാണ്. ഏകദേശം 200ഓളം വരുന്ന വനിതാ വോളണ്ടിയർമാരാണ്. 2 ലക്ഷത്തോളം വരുന്ന വനിതാ പ്രവർത്തകരെയും ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകുന്ന എല്ലാവരെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ചരിത്ര സംഭവത്തിന്, അത് തൃശ്ശൂരിന്റെ ശക്തന്റെ മണ്ണ് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പിന്നിൽ കാണുന്ന ഈ പ്രധാന കവാടത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുന്നത്. സമീപത്ത് SPGയുടെ സുരക്ഷയുണ്ട്, കേരള പോലീസിന്റെ സുരക്ഷയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് കളമശ്ശേരി സ്ഫോടന പശ്ചാത്തലത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കുറി പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ SP ഉണ്ട്, മറ്റ് ജില്ലാ പോലീസ് മേധാവിമാരുണ്ട്, ഡോസ്കോഡ് ഉണ്ട്. അത്തരത്തിൽ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് തൃശ്ശൂർ നഗരം എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന പ്രവർത്തകർക്കുൾപ്പെടെ അവർക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ, അവരുടെ വാഹന ഗതാഗതം തിരിച്ചു വിട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ്. ഒരുപക്ഷെ സ്ത്രീ സംഗമമാണ്, വനിതാ സംഗമമാണ് എങ്കിൽ പോലും വനിതകൾക്കപ്പുറം ഈ റോഡ് ഷോയിൽ അദ്ദേഹത്തിനെ കാണാനടക്കം നിരവധി ആളുകളാണ് വിവിധ ജില്ലകളിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപേ ശക്തന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷ അത് പലരും പങ്കുവെക്കുന്നുണ്ട്. പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്, മഹിളാ മോർച്ച പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാധാരണക്കാരായ ഓരോ ജനങ്ങൾക്കും കൂടിയുള്ള അംഗീകാരം കൂടിയാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്രയധികം വനിതാ പ്രാതിനിധ്യം നൽകിക്കൊണ്ട്, വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ്. അതിനും നേരിട്ട് പ്രധാനമന്ത്രി തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ താമസിയാതെ തന്നെ തീയതി പ്രഖ്യാപനം വരാൻ പോകുന്നു. അതിനു മുന്നോടിയായി അദ്ദേഹം പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി തന്നെ ഈ ഒരു സ്ത്രീ സംഗമം, ഒപ്പം തന്നെ ശക്തന്റെ മണ്ണിലുള്ള റോഡ് ഷോ, 1.5 കിലോമീറ്ററാണ് അദ്ദേഹം റോഡ് ഷോയുടെ ഭാഗമാകുന്നത്. നമ്മൾ രാവിലെയൊക്കെ കണ്ടതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ തന്നെ. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വലിയ രീതിയിലുള്ള ജനസമൂഹം, ഇവരുടെയൊക്കെ റോഡ് ഷോയുടെ ഒക്കെ ഭാഗമാകാൻ എത്തിയിട്ടുള്ള ആളുകളാണ്. ചേട്ടാ, ഇവിടെ നിന്നാണ് വരുന്നത്? എത്രത്തോളം ആവേശത്തിലാണ് പ്രധാനമന്ത്രി? കോഴിക്കോട് കൊയിലാണ്ടി എപ്പോഴും എത്തിയ പ്രധാനമന്ത്രി കണ്ടിട്ടേ മടങ്ങുള്ളൂ? ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രി കാണുന്നത്? എത്രത്തോളം ആവേശമുണ്ട്? കണ്ടിട്ടുണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? എങ്ങനെയാണ് പ്രധാനമന്ത്രി കാണാൻ എത്തി? കാണാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വരുന്നത്. ഈ ഒരു വലിയ പരിപാടി, പ്രത്യേകിച്ച് ഇന്ന് സ്ത്രീ സംഗമമാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റേജിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. അപ്പോൾ പുറത്തുനിന്നെങ്കിലും കാണാം. ഇവരൊക്കെ റോഡ് ഷോയുടെ ഭാഗമാകാൻ വന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2 ലക്ഷത്തോളം വരുന്ന വനിതകൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള, വിവിധ മേഖലകളിൽ നിന്ന് കഴിവ് തെളിയിച്ചവർ, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള മഹിളാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ബീനാക്കണ്ണൻ പോലെയുള്ള എന്റർപ്രണേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സംഗീതത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംഗീത മേഖലയിൽ നിന്ന് വൈക്കം വിജയലക്ഷ്മി ഉണ്ട്. കേരളത്തിന്റെ അഭിമാനമായ ക്രിക്കറ്റ് താരം മിന്നുമണിയുണ്ട്. നടന മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് നടി ശോഭന പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ നിര തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഈ ഒരു വേദി പങ്കിടാൻ പോകുന്നത്. അത്തരത്തിൽ ഏറെ ശ്രദ്ധയാകുന്ന, ഏറെ ചരിത്രമാകുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ ജനുവരി 3 ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. ഇന്ന് 3 മണിക്ക്, ജനുവരി 3-ാം തീയതിയാണ്, 3 മണിക്കാണ് 3-ാം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. 4-ാം തവണയാണ് തൃശ്ശൂർ ജില്ലയിൽ എത്തുന്നത് എങ്കിൽ പോലും പ്രധാനമന്ത്രിയായ ശേഷമുള്ള 3-ാം വരവാണ് അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തൃശ്ശൂർ നഗരത്തിൽ അത്രയധികം ആവേശമുണ്ട്. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പല ഘട്ടങ്ങളിലും ആരംഭിച്ചൊരു സാഹചര്യം, സുരേഷ് ഗോപിയുടെ ചുവരെഴുത്തുകൾ ഉൾപ്പെടെ പല മേഖലകളിലും ഉയർന്നൊരു സാഹചര്യം. ഇവിടെ വെച്ച് അപ്രതീക്ഷിതമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ, ഇതൊക്കെ ഒരു പക്ഷേ തൃശ്ശൂർ ശക്തന്റെ മണ്ണിൽ ഉണ്ടാകും. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗം, അല്ലെങ്കിൽ അദ്ദേഹം ഈ 2 ലക്ഷത്തിലധികം വരുന്ന വനിതകളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനായി തൃശ്ശൂർ നഗരം മാത്രമല്ല രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ 1 ലക്ഷം ആളുകളാണ് ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകാൻ പോകുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഈ ഒരു ആഘോഷത്തിന്റെ. ഒരുപക്ഷെ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകൾ തന്നെ അല്പസമയത്തിനകം ശക്തന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തും. ഒപ്പം തന്നെ നഗരത്തിന്റെ വിവിധ മേഖലകൾ ഇപ്പോൾ തന്നെ സാധാരണക്കാരായ ഓരോ ജനങ്ങളുടെയും കൈകളിലായി കഴിഞ്ഞു. രാജ്യത്തിന്റെ പ്രധാന സേവകനെ കാണാനായി. അനു.